ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം മസാലയാണ്. അതിന് അടുപ്പ് കത്തിച്ച് ഒരു പാന് അടുപ്പത്തേക്ക് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു പാൻ തന്നെയാണ്, അപ്പോൾ അത് തന്നെ കഴുകുന്നില്ല. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. അങ്ങനെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇടാം. ഇതിൻ്റെ ഒരു പച്ച മണം പോണ വരെ നമുക്കൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ച മണം പോണ വരെ ഒന്ന് വഴറ്റിയാൽ നന്നായിരിക്കും. അപ്പോൾ ഇത് ചുവന്നു, ഒരു പച്ചമണം പോയി. ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ഇനി ഇതിനെ വഴറ്റാം. എൻ്റെ ആശാത്തി ഉപ്പിട്ട് നോക്കാം. ഞാൻ സാധാ ഉപ്പല്ല ഉപയോഗിക്കുന്നത്, റോസാത്താണ്, അതായത് ഇന്തിപ്പ്. പച്ചമണം പോയി, പക്ഷെ എന്നാൽ നല്ലോണം ചുമക്ക വഴറ്റണമെന്നില്ല ഞാൻ. കാരണം ഈ കൂണ് വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇനി ഉള്ളിയും ഇതും കൂടി കുറച്ച് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അധികം വഴറ്റുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പൊടികളൊക്കെ ആഡ് ചെയ്തപ്പോഴേ മല്ലിപ്പൊടി നോക്കുമ്പോൾ മല്ലിപ്പൊടി ഇല്ല. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമല്ലി. അപ്പോൾ അതിനെ ഒന്ന് അരച്ചിട്ട് അതും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ മസാലയും കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ ഇട്ട എല്ലാ മസാലകളും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ വെജിറ്റബിൾ മസാല എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഇടുന്നത്. കുറച്ച് വെജിറ്റബിൾ മസാല ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനെല്ലാം കൂടി വീണ്ടും യോജിപ്പിക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകണം. ഇപ്പോൾ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ പോവുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് എല്ലാം കൂടി യോജിച്ചു, മസാലകളെല്ലാം കൂടി യോജിച്ചു. ഇനി അതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള മഷ്റൂം അതിലേക്ക് ഇടുക, കുറേശ്ശെ ഇടുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം യോജിപ്പിക്കുക. ഇളക്കരുതെന്നൊക്കെയാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ഇളക്കുന്നത് കേട്ടോ. ശരിക്ക് ഈ കോട്ടിങ് ഉള്ളതുകൊണ്ട് ശരിക്കും ഇതുകൊണ്ട് ഇളക്കരുതെന്ന് പറയുക. പിന്നെ ഈ ചീൻചട്ടിയിലല്ല ഞാൻ ഉണ്ടാക്കാറ്, ഇന്നിപ്പോൾ ഒന്ന് പാത്രം ഒന്ന് മാറിപ്പോയതാണ്. സ്വതവേ ഞാൻ ഇരുമ്പ് ചീൻചട്ടിയിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് കയ്യിൽ കിട്ടിയതാണ്, അപ്പോൾ ഞാൻ ഇതിലും കൂടെ ഉണ്ടാക്കി. പിന്നെ ഈ മഷ്റൂം വേവണമല്ലോ, അപ്പോൾ വലിയ വേവൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് വെള്ളം ചാറ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഈ മഷ്റൂം വേവാനും ഒക്കെ ആയിട്ട്. അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെന്തോന്ന് നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് നോക്കി വെക്കാം. ഇല്ല, തിളക്കണേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് യോജിച്ച് വേവണം. കൂണിന് വലിയ വേവൊന്നുമില്ല. ഞാനിത് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് കുറച്ച് വെള്ളത്തോടെ മസാല ഉണ്ടാക്കിയത്. റാഗി ദോശയാണ് ഇതിൻ്റെ കൂടെ ഞാനിന്ന് കഴിക്കുന്നത്. പിന്നെ മസാലയൊക്കെ ഒന്ന് ഏകദേശം പിടിച്ചു വന്ന് വെള്ളം ഒന്ന് വറ്റി തുടങ്ങി, പക്ഷെ പോരാ, കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റണം. അതിനുശേഷം നമുക്ക് പണി കഴിഞ്ഞിട്ടില്ല, അവസാന പണികൾ, മിനുക്ക് പണികൾ കിടക്കണേ ഉള്ളൂ. എന്തായാലും ഒന്നും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം ദോശയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ വേണമല്ലോ, അപ്പോൾ നമുക്ക് ഏകദേശം ആയി തുടങ്ങി. ഇനി നമുക്ക് അവസാനം മിനുക്ക് പണിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആരെങ്കിലും ചേർക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ കസ്തൂരി മേത്തിയും കൂടി ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.
കുറച്ച് കസ്തൂരി മേത്തിയും കൂടി നമുക്ക് അവിടെ ഇടാം. ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുന്നിൽ ഒഴിച്ച് കൊടുക്കുക, അത് മണത്തിന് വേണ്ടി. ഓക്കെ, നമ്മുടെ പണി കഴിഞ്ഞു. എനിക്കൊന്ന് കുറച്ചും കൂടി കുറുകണം എന്നുള്ളത് കൊണ്ട് ഞാൻ 2 സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ട് ഒന്ന് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ ഓഫ് ചെയ്തതായുണ്ടായിരുന്നത്, പക്ഷെ അത് നല്ല ചൂടുള്ളതുകൊണ്ട് അതെല്ലാം കൂടെ ഒഴിച്ച് അതൊക്കെ ഒന്ന് കട്ടിയായി. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ നമ്മുടെ ഇതിന് പകരം നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചാലും വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അടച്ചു വെച്ചു, ഓഫ് ചെയ്യാണ്. ഇപ്പോൾ സ്വാദിഷ്ടമായ ഒരു ഡിഷ്, മഷ്റൂം ഡിഷ് റെഡി ആയിട്ടുണ്ട്.